ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് കുടുംബം. മകളുടെ കൊലപാതകത്തിൽ സംശയങ്ങളുണ്ടെന്നും CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തിനെന്നറിയില്ലെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. വന്ദന കേസിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് കുടുംബം സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിയത്. CBI അന്വേഷണത്തെ സർക്കാർ അതിശക്തമായി എതിർക്കുകയാണ്. അക്രമമുണ്ടായി 4.5 മണിക്കൂറോളം മകൾക്ക് ചികിത്സ ലഭിച്ചില്ല. അവിടെയുണ്ടായിരുന്ന പോലീസുകാർ പ്രതിയെ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായില്ല. കുത്തുകൊണ്ട് 1 മണിക്കൂർ വരെ വന്ദന പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇതെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. കൊച്ചിന്റെ കൂട്ടുകാരാണ് അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന അവരെ റെസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്നവരെയും 1 മണിക്കൂറോളം ഈ കൊച്ച് ഒറ്റയ്ക്ക് ഒരു ആശ്രയം ഇല്ലാതെ ഈ പോലീസ് എയ്ഡ് പോസ്റ്റിലിരുന്നു. ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ നല്ല സർജന്മാരുണ്ട്, ആരും ഒറ്റയാണ് ഇറങ്ങിയില്ല. ഒരു കോട്ടൺ കൊണ്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. ആശുപത്രി സംരക്ഷണ ബിൽ പാസാക്കാൻ മകളുടെ രക്തസാക്ഷിത്വം ഉപയോഗിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു. ചികിത്സ വൈകിയതിനു പിന്നിൽ മെഡിക്കൽ ബിൽ പാസാകാനുള്ള ശ്രമമാണോ എന്നും IMA നേതാക്കൾക്ക് ഇതിൽ പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും മോഹൻദാസ് പറഞ്ഞു. IMAക്കാര് ഒരു മെഡിക്കൽ ബില്ല് പാസാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ എൻ്റെ കൊച്ചിൻ്റെ രക്തസാക്ഷിത്വം ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. മാധ്യമങ്ങളെ കാണുന്നതിനിടെ മോഹൻദാസ് പലതവണ മകളുടെ ഓർമ്മയിൽ വിതുമ്പി. കൊച്ചിൻ്റെ കോളേജിൽ 2-3 ഡോക്ടർമാർ അവിടെ വന്നു. ആ ഒരു ഡോക്ടറിന്റെ കയ്യെ പിടിച്ച് മോള് പറയുന്ന, ഡോക്ടറെ എന്നെ രക്ഷിക്കണം, എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് പോലും അവരാരും ഒന്നും ചെയ്തില്ല. ഇതൊക്കെ സത്യമുള്ള കേസല്ല, അല്ല കള്ളത്തരല്ല. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യം നീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അതേ എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനദാസ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.